ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നുണ്ട്, പക്ഷേ ആ വ്യൂസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? യൂട്യൂബ് സെർച്ചിൽ നിന്നാണോ, അതോ ഹോം പേജിൽ നിന്നാണോ, അതോ മറ്റൊരു വീഡിയോയുടെ താഴെ നിന്നാണോ? ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ വീഡിയോയുടെ പെർഫോമൻസ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ വീഡിയോസ് എന്ന സെക്ഷൻ എന്താണെന്നും അതിലെ പ്രധാന ട്രാഫിക് സോഴ്സസ് എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടതുവശത്ത് മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും കാണുന്ന ഓപ്ഷനിൽ നിന്നും അനലിറ്റിക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ഓഡിയൻസ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ വീഡിയോ എന്ന സെക്ഷനിലേക്ക് പോവുക. അപ്പോൾ ഈ ഭാഗത്തേക്ക് പോയാൽ നിങ്ങളുടെ വീഡിയോ എവിടെ നിന്നാണ് വ്യൂസ് ലഭിച്ചതെന്ന് കാണാം. ഇവിടെ പ്രധാനമായും കുറച്ച് പ്രധാന ട്രാഫിക് സോഴ്സസ് ആണ് കാണിക്കുന്നത്. ഒന്നാമത്തത് ബ്രൗസ് ഫീച്ചേഴ്സ്. എന്താണ് ബ്രൗസ് ഫീച്ചേഴ്സ്? ഒരു വ്യൂവർ യൂട്യൂബ് തുറക്കുമ്പോൾ കാണുന്ന ഹോം പേജ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യൂസ് ആണ് ബ്രൗസ് ഫീച്ചേഴ്സ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി യൂട്യൂബ് തുറക്കുന്നു, എന്നിട്ട് അയാൾ ഒന്നും സെർച്ച് ചെയ്യുന്നില്ല, പക്ഷേ ഹോം പേജിൽ നിങ്ങളുടെ വീഡിയോ കാണുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ബ്രൗസ് ഫീച്ചർ ആണ്. ഇതുപോലെ എക്സ്പ്ലോർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന വീഡിയോസും ബ്രൗസ് ഫീച്ചേഴ്സ് ആണ്. അതുപോലെ സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന വീഡിയോസും ബ്രൗസ് ഫീച്ചേഴ്സ് ആണ്. ഇനി രണ്ടാമത്തത് എന്താന്ന് നോക്കാം. സജസ്റ്റഡ് വീഡിയോസ്. ഒരു വ്യൂവർ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അതിന്റെ അടുത്തോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ യൂട്യൂബ് തന്നെ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അവിടെ നിന്ന് നിങ്ങളുടെ വീഡിയോയ്ക്ക് ക്ലിക്ക് ലഭിച്ചാൽ അത് സജസ്റ്റഡ് വീഡിയോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. 3 യൂട്യൂബ് സെർച്ച്. അടുത്തത് യൂട്യൂബ് സെർച്ച് എന്താണെന്ന് നോക്കാം. അതായത് ഒരു വ്യൂവർ യൂട്യൂബിൽ ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്നു. ഉദാഹരണം, എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് സെർച്ച് ചെയ്യുന്നു. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുകയും ക്ലിക്ക് ചെയ്താൽ അത് സെർച്ച് ട്രാഫിക് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നാലാമത്തത് ചാനൽ പേജസ്. ഒരു വ്യൂവർ നിങ്ങളുടെ ചാനലിൽ വന്ന് വീഡിയോ സെക്ഷനിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ തുറന്നാൽ അത് ചാനൽ പേജസ് ആണ്. ഇനി അഞ്ചാമത്തത് എക്സ്റ്റേണൽ. അതായത് യൂട്യൂബിന് പുറത്ത് നിന്ന് വരുന്ന വ്യൂസ് ആണ് എക്സ്റ്റേണൽ. ഉദാഹരണത്തിന് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ തുറന്നാൽ അത് എക്സ്റ്റേണൽ ആയി കണക്കാക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഇതിൽ ഒരു ട്രാഫിക് സോഴ്സ് മാത്രം നല്ലത് എന്നില്ല. ഓരോന്നിനും വ്യത്യസ്തമായ പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് സെർച്ച് എന്നത് ആളുകൾ നിങ്ങളെ കണ്ടെത്തുന്നു. സജസ്റ്റഡ് എന്നത് മറ്റുള്ള വീഡിയോസ് വഴി പുതിയ ഓഡിയൻസ് ലഭിക്കുന്നു. ബ്രൗസ് ഫീച്ചേഴ്സ് എന്നത് യൂട്യൂബ് തന്നെ നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങൾ ഈ ട്രാഫിക് സോഴ്സസ് അനലിറ്റിക്സിൽ പരിശോധിച്ച് മനസ്സിലാക്കണം. ഇത് നോക്കി നിങ്ങളുടെ അടുത്ത കണ്ടന്റ് സ്ട്രാറ്റജി കൂടുതൽ നിങ്ങൾക്ക് മികച്ചതാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം യൂട്യൂബ് ടിപ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.